1993 സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട ഒരു ഡോക്യുമെന്റ്. നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ വെറും ഒറ്റ പേജിലുള്ള ഈ ഒരു ഡോക്യുമെന്റിന്റെ അകത്ത് നമ്മുടെ ലോകത്ത് തന്നെ പിടിച്ച് കുലുക്കാവുന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. CIA എന്ന് പുറത്തുവിട്ടത് സോൾവേറ്റിലത്തെ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു ആർട്ടിക്കിളിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മാത്രമാണ്. അതായത് ആ കാലങ്ങളിൽ സോവിയറ്റിലെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. ഈ സമയം കൊണ്ട് ഇതിനെ പറ്റിയിട്ട് അങ്ങ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടോ? പക്ഷേ ഈ വീഡിയോയിൽ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്. ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്നത് ഒരു ഉക്രൈനിയൻ ന്യൂസ് പേപ്പറിലാണ്. ഈ ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അവരുടെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ പേരാണ് KGB. ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരുപാട് ഫയൽസ് CIA എടുത്തുകൊണ്ട് പോയി. ഈ ഒരു ഫയലുകളൊക്കെ CIAയുടെ കൈവശം വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലീക്ക് ആവുന്നത്. ഈ ഫയലിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുവരെയായിട്ട് നമ്മൾ ആരും കേൾക്കാൻ വഴിയില്ലാത്ത തരത്തിലുള്ള ഒരു UFO എൻകൗണ്ടറാണ്. ഈ ഒരു ഇൻസിഡന്റ് എന്താണ് നടന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ഇതുവരെയായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഈ ഒരു സംഭവമൊക്കെ സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയിൽ വെച്ചിട്ടാണ്. സൈബീരിയയിൽ കണ്ടുവരുന്ന ഒരു മിലിറ്ററി ട്രെയിനിങ് യൂണിറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സോൾജർ ആകാശത്ത് ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത്. അതായത് ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്, ഒരു UFO, ഒരു പറക്കുന്നളിയ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. ഇതൊരു മിലിറ്ററി ഫെസിലിറ്റിയുടെ അടുത്തായതുകൊണ്ടും ഇതൊരു കോൾഡ് വാറിന്റെ സമയമായതുകൊണ്ട് തന്നെ ഇതൊരു എനിമി അറ്റാക്ക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെല്ലാവരും പാനിക്ഡ് ആയി. എന്ത് ചെയ്യുന്ന അറിയാൻ പാടാണ്ട് നിൽക്കുമ്പോഴാണ് ഒരു സോൾജർ ഈ ഒരു UAPന്റെ അടുത്തേക്ക് ഒരു റോക്കറ്റ് ഫയർ ചെയ്തു. ഇത്ര നാൾ ഞാൻ റിസർച്ച് ചെയ്ത എൻകൗണ്ടേഴ്സിലെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഈ UAP അല്ലെങ്കിൽ UFOയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ആ ഒരു UFOനെ ബാധിക്കാറില്ല. അതായത് ഇപ്പൊ ഒരു മിസൈലാണ് വിടുന്നതെങ്കിൽ അതിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ഡോഡ്ജ് ചെയ്തൊക്കെ ഇങ്ങനെ പോയിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഒരുപാടായിട്ട് കേട്ടേക്കുന്നത്. പക്ഷെ സർപ്രൈസിംഗ്ലി ഈ ഒരു ഇൻസിഡന്റിൽ ആ ഒരു റോക്കറ്റ് ഫയർ ചെയ്തപ്പോൾ അത് നേരെ ആ UAPനെ പോയി ഇടിച്ചു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയില് USS നിമിറ്റ്സിന്റെ ഒരു എൻകൗണ്ടറിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിന്റെ അകത്തും ഒരു UFOനെ ഒരു സ്പോട്ട് ചെയ്യുകയും ആ UFOനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് ഈ UFOയുടെ അടുത്തുകൂടി ഇങ്ങനെ പോയപ്പോൾ ഈ ഒരു UFO നൈസായിട്ട് ഈ ഫൈറ്റർ ജെറ്റിനെ ഡോഡ്ജ് ചെയ്ത് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ശരിക്കും നടന്നതും വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ ഈ ഒരു സോൾജർ വിട്ട് അവർ റോക്കറ്റ് ഇടിച്ച് ഈ ഒരു UFO താഴേക്ക് ക്രാഷ് ചെയ്ത് വീഴുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിച്ചത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത്തരത്തിലുള്ള ഒരു വെപ്പൺ ഇങ്ങനെ ഒരു UAPനെ പോയി ഇടിക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു രീതിയിലുള്ള സൗണ്ട് ഉണ്ടാവും, ഒരു എക്സ്പ്ലോഷൻ സൗണ്ട് ഉണ്ടാവും. അതും ഈ ഒരു UFO ഈ മിലിറ്ററി സൈറ്റിൽ നിന്ന് അധികം ദൂരത്തല്ലാത്തത് കൊണ്ടും അവിടുത്തെ ഒച്ച വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗണ്ട് ആ മിലിറ്ററി ക്യാമ്പിന്റെ അകത്തുണ്ടായിരുന്ന 23 പേരും കേട്ടു. ഇതധികം ദൂരത്തല്ലാത്തതുകൊണ്ടും അവിടെ ഉണ്ടായിരുന്ന 23 പേരും ഈ ഒരു സംഭവം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയി. അതായത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പോയി. ഇനിയാണ് കഥയിൽ ട്വിസ്റ്റ് ഉള്ളത്. അതായത് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശരിക്കും വന്ന് CIA പുറത്തുവിട്ടത്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ UFOയുടെ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് ഈ 23 പേര് എത്തിപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന 23 സോൾജേഴ്സിൽ 2 പേര് പുറയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു തരത്തിൽ ഒരു ഡൗട്ടൊക്കെ അടിച്ചിട്ടാണ് ശരിക്കും അവിടെ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത്. കാരണം അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റിനെയാണ് ഇവർ വെടിവെച്ചിട്ടത്. അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ട് നമ്മളൊരു അൺനോൺ ആയിട്ടൊരു സ്ഥലത്തേക്ക് കയറി പോകുന്നത് കൊണ്ട് തന്നെ 2 പേര് ശരിക്കും ഒന്ന് പയ്യൊന്ന് പുറകിലോട്ടൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും ഈ അവശിഷ്ടങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് 5 ഹ്യൂമനോയിഡ് ക്രീച്ചേഴ്സ്, അതായത് മനുഷ്യരുടെ രൂപമുള്ള ഒരു ക്രീച്ചേഴ്സ്, ഇവരുടെ ടെസ്റ്റിമണി അനുസരിച്ച് ഇവരുടെ ഉയരം വളരെയധികം ചെറുതായിരുന്നു. അതോടൊപ്പം ഒരു ഗ്രേ കളർ സ്കിന്നായിരുന്നു അവിടെ കണ്ടായിരുന്നത്. ഒരു വലിയ ഡാർക്ക് ഒരു ബ്ലാക്ക് കളർ ഐസൊക്കെ ആയിരുന്നു ശരിക്കും അവർക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഏലിയൻ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്ന ആ ഒരു ടിപ്പിക്കൽ ചിത്രം തന്നെയാണ് ശരിക്കും അവരന്ന് നേരിട്ട് കണ്ടത്. അതൊക്കെ ഓക്കെ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള കഥകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ 5 ഹ്യൂമനോയിഡ് ക്രീച്ചേഴ്സ്, അതായത് ഈ ഏലിയൻസ് ഇവരുടെ അടുത്തേക്ക് പയ്യെ ഇങ്ങനെ വരികയും അതിനുശേഷം ഈ 5 പേരും ഒരുമിച്ച് ഒരു ഉണ്ട പോലെ എന്നാണ് പറയുന്നത്. അതായത് ഒരുമാതിരി എന്തിരൻ സിനിമയുടെ അകത്ത് എന്തിരൻ പല പല രൂപങ്ങൾ എടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഈ 5 പേരും ഒരു ഉണ്ട ഷേപ്പിലായെന്നാണ് ശരിക്കും അവരെല്ലാവരും പറയുന്നത്. ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നതെന്ന് വിചാരിക്കും. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി വരുന്നു, പെട്ടെന്ന് എവിടെ നിന്നൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഉണ്ട പോലെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും പോകുന്നത്? അതും ഈ ഒരു കാലഘട്ടം കോൾഡ് വാറിന്റെ കാലഘട്ടം കൂടിയാണ്. അതും ഇവരുടെ നിൽക്കുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു മിലിറ്ററി സൈഡിലാന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാം. ഇവരെന്തിനെയാണ് തകർത്തിട്ടേ എന്നുള്ള കാര്യം ഇവർക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോ
ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവിടെ ഉണ്ടായിരുന്ന 23 സോൾജേഴ്സിന്റെ മനസ്സിലേക്ക് പേടി, കൺഫ്യൂഷൻ, അതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു മരവിപ്പും കൂടി ആയപ്പോൾ മൊത്തത്തിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും അവർക്ക് ഉണ്ടായിരുന്നത്. ചിലർക്കാണെങ്കിൽ അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ശരിക്കും അവർക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സംഭവമാണ് അവർ കൺമുന്നിൽ നേരിട്ട് അവർ കണ്ടത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവരുണ്ടാക്കിയ ആ ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റിന്റെ ബ്രൈറ്റ്നെസ് പയ്യെ കൂടി വന്നു. പ്രകാശം കൂടി വരുന്നതിനോടൊപ്പം തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബസ്സിംഗ് സൗണ്ട് അത് ഉണ്ടാക്കി തുടങ്ങി. അതായത് ഇങ്ങനത്തെ ഒരു സൗണ്ട് അവർ കേട്ടു തുടങ്ങി. ഈ സംഭവ വികാസങ്ങളൊക്കെ അവർ കാണുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും തന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. കാരണം അവർ ശരിക്കും ഹാലുസിനേറ്റഡ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഈ ഒരു സ്ഫിയർ പൊട്ടിത്തെറിക്കുകയാണ്. അതായത് ഒരു വൈറ്റ് ബ്രൈറ്റ് ഫ്ലാഷോടെ ഇതിന് പൊട്ടിത്തെറിക്കുകയാണ്. ഈ ഒരു ബ്രൈറ്റ് ലൈറ്റോടുള്ള ഒരു പൊട്ടിത്തെറി കാരണം അവിടെയുള്ള എല്ലാവരുടെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് ബ്ലൈൻഡ് ആയിപ്പോയി. അതായത് അവർക്ക് ആർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ 23 സോൾജേഴ്സിൽ 2 സോൾജർമാർ പുറയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതായത് എന്തൊരു പേടിച്ചിട്ടൊക്കെയാണ് ശരിക്കും അവരിങ്ങനെ ഈ ഒരു സംഭവത്തെ പോയി അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പൊട്ടിത്തെറിച്ചപ്പോൾ അതുപോലെ ഉണ്ടായിരുന്ന ഒരു ബ്രൈറ്റ് വൈറ്റ് ഫ്ലാഷ് ഇല്ലേ, അതൊന്നും ഈ 2 പേരെ അധികം വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്തിരുന്നില്ല. ഈ എക്സ്പ്ലോഷൻ കാരണം ഉണ്ടായ ഒരു ബ്രൈറ്റ്നെസ് ഇവർക്ക് ടെമ്പററി ആയിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ബ്ലൈൻഡ്നെസ് ചെയ്ത് റിക്കവർ ചെയ്യാൻ പറ്റി. കാഴ്ച തിരിച്ചു കിട്ടിയതിനു ശേഷം ഈ 2 പേരും കണ്ടത് വളരെ ഭയാനകമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 21 പേരും ഒരു തരത്തില് നിർജീവമായിട്ടുള്ള സ്റ്റാച്യു പോലെയായിട്ട് മാറി. അതായത് കല്ല് പോലെ ഒരു ക്രിസ്റ്റൽ പോലെയായിട്ട് മാറി. അത്രയും നേരം ജീവൻ തുടിച്ചിരുന്ന അവരുടെ ശരീരത്തിൽ ജീവൻ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റാച്യു പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് 21 പേർക്കും ഉണ്ടായത്. ഇതാണ് ശരിക്കും സംഭവിച്ചതായിട്ട് CIA അന്ന് റിപ്പോർട്ടുകളിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ഡോക്യുമെന്റ്സിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ സംഭവിച്ചത് കൊണ്ട് തന്നെ ശരിക്കും എന്താണ് അവിടെ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിർജീവമായിട്ടുള്ള ഈ 21 സ്റ്റാച്യു പോലത്തെ ബോഡീസും ഈ ജീവനോടെ കിട്ടി ഈ 2 പേരെയും അവിടെയുള്ള UFO ക്രാഷ് ആയിട്ട് അവിടുത്തെ ഡിബ്രീസും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലേക്ക് എത്തിച്ചു. CIAയുടെ റിപ്പോർട്ട് അനുസരിച്ച് മോസ്കോ എന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു ടോപ്പ് സീക്രട്ട് ലാബിലാണ് ശരിക്കും ഇത് എത്തിച്ചത്. ഇവരുടെ ഫൈൻഡിങ് എന്താ വെച്ചാൽ ഈ 21 സോൾജേഴ്സിന് പറ്റിയ ഒരു സംഭവം എന്താണെന്നറിയാം. മനുഷ്യർക്ക് അറിയാൻ പാടില്ലാത്ത എന്തോ അൺനോൺ ആയിട്ടുള്ള ഒരു എനർജി കാരണം അവരുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗാനിക് സെൽസും ക്രിസ്റ്റൽ ആയിട്ട് മാറിയെന്നാണ്. ഇത്തരത്തിലുള്ള സീനുകളൊക്കെ ഞാൻ ചില സൈഫൈ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഐസ് പോലെ ക്രിസ്റ്റൽ ആയിട്ട് മാറി. 1993 CIA ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ അപ്പോൾ വിശ്വസിച്ചിരുന്നത് ശരിക്കും ഇതൊരു ഫിക്ഷൻ പോലെയാണ്. എനിക്കും കേട്ടപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ പോലെയാണ് തോന്നിയത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഇത് CIA ഒറിജിനലി റിലീസ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ്. അത് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ യാതൊരു രീതിയിലുള്ള എവിഡൻസസ് ഇല്ല, വിറ്റ്നസസ് ഇല്ല. പറയുന്ന 2 പേരിങ്ങനെ ജീവനോടെ കിട്ടിയ 2 പേരില്ലേ, അവരുടെ ഐഡന്റിറ്റി പുറത്തേക്ക് വന്നിട്ടില്ല, അവർ ആരാന്ന് പോലും അറിയില്ല. ഇത് ജസ്റ്റ് അവിടെ നടന്ന ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫയല് പുറത്തേക്ക് വന്ന് അത് CIA റിപ്പോർട്ടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വിട്ടു, പബ്ലിക്കായിട്ട് വിട്ടു. അങ്ങനത്തെ ഒരു കഥ മാത്രമാണ് ഇത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അവിടെ ജീവനോടെ പുറത്തു വന്ന ആ ഒരു 2 സോൾജേഴ്സിന്റെ ടെസ്റ്റിമോണി ഉപയോഗിച്ചിട്ടാണ്. അതായത് അവർ കണ്ട കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ശരിക്കും ഉണ്ടാക്കിയത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന UFO UAP എൻകൗണ്ടേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ എൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു, അതിനുശേഷം അങ്ങനത്തെ ഒരു സംഭവം നടക്കാത്ത പോലെ ആക്കി കളയുന്നു ആര്, ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതും അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ മൂടി വയ്ക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മളെ ഒട്ടുമിക്ക കഥകളിലൊക്കെ കേട്ടേക്കുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് അവരെന്താണ് നേടുന്നത് എന്നുള്ള കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇത് 1993 റിലീസ് ചെയ്യുന്നത്, CIA റിലീസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സംഭവം 93 മുമ്പേ, അതായത് കോൾഡ് വാർ സമയത്ത് നടന്ന ഒരു സംഭവമായിട്ടാണ് ഇവർ പറയുന്നത്. ആ കാലത്ത് ഈ പറയുന്ന UFOയുടെ ടെക്നോളജി, അതായത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഹോവർ ചെയ്യാൻ പറ്റുന്ന ഒരു UFOയുടെ ടെക്നോളജി ഒക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആ കാലത്ത് അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോ 2025 അവരുടെ കൈവശമുള്ള ടെക്നോളജിയുടെ ഒരു ലെവൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ കൈവശമുള്ള ടെക്നോളജി ഒരു ലീനിയർ ലെവലാണ് പോകുന്നതെങ്കിൽ മിക്കവാറും അവർ നമ്മുടെയൊക്കെ കൂടെയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ 5 ഹ്യൂമനോയിഡ് ക്രീച്ചേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് ഒരു ഉണ്ട പോലത്തെ ഒരു സംഭവം ആവുന്ന ഒരു സമയത്തും അതിങ്ങനെ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സമയത്തും ഒരു ബസ്സിംഗ് സൗണ്ട് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള 1-2 കേസസ് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേസ് വെർജീനിയയിലത്തെ ഇൻസിഡന്റ് ആണ്. അവിടെയും ഈ UAP ഇവർ കേട്ടത് ഇത്തരത്തിലുള്ള ഒരു ബസ്സിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ്. അപ്പൊ അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കഥയാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഇവർ കണ്ടത്, നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല.
സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാൻ ഇരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നത്. ഇപ്പോൾ ഒരു 100 പേരുടെ മുകളിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഇതെന്താണ്, ഇത് ശരിക്കും നടന്നതാണോ, ഇത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്താ വെച്ചാൽ ഇത് നടന്ന ഒരു സംഭവമാണ് സാധ്യതയുള്ളത്. കാരണം ഈ ഒരു സമയം കൊണ്ട് ഏകദേശം ഒരുപാട് UAP എൻകൗണ്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്ന ഒരു കോമൺ ട്രെൻഡാണ്, ഇങ്ങനത്തെ സംഭവം ശരിക്കും സംഭവിക്കും, അതെങ്ങനെയെങ്കിലും ആരും അറിയാണ്ട് ഇങ്ങനെ കുഴിച്ചുവിട്ട് പൊത്തി ഇങ്ങനെ വെക്കും. ആ ഒരു സംഭവമാണ് ഞാൻ ശരിക്കും ഇവിടെയും കാണുന്നത്. ഇതും കൂടാണ്ട് ഇതിന് വേറൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. ഇതൊരു കോൾഡ് വാറിന്റെ സമയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത അവർ ഉണ്ടാക്കി വിടുകയാണെങ്കിൽ, അതായത് ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചിങ്ങനെ ഉണ്ടാക്കി വിടുകയാണെങ്കിൽ, എതിരാളികൾ എന്തായാലും അവരുടെ ടെറിട്ടറിയിലേക്ക് വരാനായിട്ട് ഒന്നും മടിക്കും. നിങ്ങളുടെ വീടിനടുത്ത് ഒരു പറമ്പുണ്ട്, ആ പറമ്പിനകത്ത് നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു മാവ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ മാവിന്റെ ഓണറിന്റെ അടുത്ത് ചോദിക്കാണ്ട് എല്ലാവരും മാവിൽ നിന്ന് മാങ്ങ പറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓണർ എന്താണ് ചെയ്തത്, ഈ പറമ്പിൽ നിറച്ച് പാമ്പുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കഥ അവരെ പുള്ളിങ്ങനെ ഉണ്ടാക്കി വിട്ടു. അപ്പൊ എന്തായിരിക്കും, നമ്മൾ ആരെങ്കിലും ആ പറമ്പിലേക്ക് പോകാൻ ശ്രമിക്കുമോ? ഇല്ല. ചിലപ്പോ അങ്ങനത്തെ ഒരു സംഭവം ആവാനും സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെ തന്നെയായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഞാനിപ്പോ ഈ വീഡിയോന് മുമ്പ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഒരു മാങ്ങയുടെ ഒരു കേസില്ലേ, അതുള്ളതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോന് മുമ്പ് ചെയ്യാണ്ടിരുന്നത്. കാരണം അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. പിന്നെ ഞാൻ ആലോചിക്കണതേ, CIA ആണ് ഈ ഒരു സംഭവം പുറത്തുവിട്ടത് അല്ലെ? അതായത് ഇത്തരം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് മനുഷ്യർക്ക് ഒറ്റയ്ക്ക് കേട്ട ഒരു സയൻസ് ഫിക്ഷൻ എന്നൊക്കെ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് CIA പുറത്തുവിട്ടത്. ഇത് ഇവർ പുറത്തു വിട്ടിട്ട് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരുടെ കൈവശമുള്ള മറ്റുള്ള ഡോക്യുമെന്റ്സിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം.